നയതന്ത്രപരമായിട്ട് ഇന്ത്യക്കൊരു അപ്പർ ഹാൻഡ് കിട്ടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളുള്ള റിപ്പോർട്ട്, പല ഇൻ്റർനാഷണൽ ന്യൂസ് പോർട്ടലുകളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെ ഇന്ത്യക്ക് അതിനകത്ത് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ക്ലിയറായിട്ട് തെളിയിക്കാൻ കഴിയും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട്സ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ പ്രഷർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ UN പോലെ ഉള്ള UN സെക്യൂരിറ്റി കൗൺസിൽ പോലെയുള്ള സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെയും വേൾഡ് ഓർഗനൈസേഷൻസിൻ്റെയും സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇന്ത്യ ഇപ്പം എടുത്തിരിക്കുന്ന വളരെ സീസൺഡ് ആയിട്ടുള്ള, വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ്. ആ സ്റ്റാൻഡിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ മീഡിയയും നമ്മുടെ ഒരു പരിധി വരെ നമ്മുടെ പബ്ലിക് കോൺഷ്യസ്നെസ്സും വളരെയധികം വാറിലേക്ക് കൈ പോയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർനാഷണൽ പ്രഷർ വഴി നയതന്ത്രപരമായിട്ട് മുമ്പോട്ട് നീങ്ങാൻ എടുക്കുന്ന ആ മൂവ് തന്നെയാണ് കറക്റ്റ്. കാരണം ഇവിടെ നേരത്തെ ഭദ്രകുമാർ സാർ ഇവിടെ ഒരു വളരെ മനോഹരമായിട്ട് എക്സ്പോസിഷൻ ചെയ്തതുപോലെ തന്നെ ഒരു അൺറിലയബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ, വളരെ അൺസർട്ടൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിൽ എങ്ങനെയാണ് ചൈനയോ എങ്ങനെയാണ് US മുമ്പോട്ട് പോകാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് അളന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലും കൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ യുക്രൈൻ വാറിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ബൈഡൻ്റെ സമയത്താണെങ്കിലും പിന്നീട് ട്രംപിൻ്റെ സമയത്താണെങ്കിലും വളരെ വലിയ ഒരു യുദ്ധവിരുദ്ധമായിട്ടുള്ള ഒരു റെറ്ററിക്ക് US തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വാറിലേക്ക് സപ്പോർട്ട് കൊടുക്കാൻ അവരുടെ സൈന്യത്തെ അയച്ചാണെങ്കിൽ, അത് യുക്രൈൻ്റെ കാര്യത്തിൽ ആണെങ്കിൽ തന്നെ നോക്കാം, അവർ എയ്ഡ് കൊടുക്കുമ്പോഴും അവരുടെ മിലിറ്ററി പേഴ്സണലെ അയക്കുമ്പോഴും അവരുടെ സ്വന്തം രാജ്യത്തിൽ യുക്രൈനെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ ആൻറ്റി വോർ ആയിട്ട് എടുത്തിരിക്കുന്ന സ്റ്റാൻഡുകൾ നമുക്ക് കാണാം. അപ്പം മറ്റൊരു വാറിലേക്ക് പോകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ ഒരു മേജർ ചോദ്യം, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വാർ ട്രീറ്റിയിൽ ഇതുവരെ US ഒപ്പുവെച്ചിട്ടില്ലാത്ത ഒരു കൺട്രിയാണ്. അപ്പം എത്രത്തോളം നമുക്ക് US വിശ്വസിക്കാൻ പറ്റും? റിലയബിൾ ആയിട്ടുള്ളൊരു പാർട്ട്ണറാണോ? ഈ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു. ഇതുപോലെ തന്നെ റഷ്യയും യുക്രൈൻ ഇഷ്യൂയിലായിട്ട് ഇന്ത്യ എടുത്ത പല സ്റ്റാൻഡുകളും US ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റാൻഡല്ല. പർട്ടിക്കുലർലി റഷ്യയുടെ ഓയിൽ ഇന്ത്യക്ക് ആവശ്യമായിരുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ സപ്പോർട്ട് US വരുമോ? രണ്ട്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചൈനയ്ക്ക് ഇപ്പോൾ ചൈനയുടെ ഒരു വലിയ ഇൻ്റർനാഷണൽ ഇൻഫ്ലുവൻസ് കാണിക്കാൻ, അത് പ്രൊജക്റ്റ് ചെയ്യാൻ ചൈനയുടെ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആവശ്യമുള്ളൊരു സമയമാണ്. അപ്പോൾ ചൈനയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് നിൽക്കുന്ന, ചൈനയ്ക്ക് വളരെ കൃത്യമായിട്ട് എക്കണോമിക് ഇൻട്രസ്റ്റുകളുള്ള, ഇപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലെയുള്ള ഇൻട്രസ്റ്റുകളുള്ള പാകിസ്ഥാൻ്റെ കുറേ കൂടെ ആക്റ്റീവായിട്ടുള്ളൊരു റോള് ചൈനയുടെ വരും. നമ്മൾ ഇന്ത്യ ചൈന ട്രേഡ് നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യ ചൈന ട്രേഡ് ഡെഫിസിറ്റിലാണ് നിൽക്കുന്നത്. ഇന്ത്യ US 2021 തൊട്ട് ഇന്ത്യ US ട്രേഡ് ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ഇന്ത്യക്ക് സർപ്ലസിലേക്ക് മൂവ് ചെയ്യാനും പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള എക്കണോമിക് ആയിട്ടുള്ള ഒരു റിയലൈൻമെൻറ്റും നടന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഫാക്ടർ ഇൻ ചെയ്യുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ന്യൂക്ലിയർ പവേഴ്സായിട്ട് നിൽക്കുന്ന കൺട്രീസിൽ ഈ വാറിൻ്റെ ഒരു പോസിബിലിറ്റി വന്നു കഴിയുമ്പോൾ എപ്പോഴും ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിലേക്ക് തിരിയുന്നതാണ് എല്ലാ കൺട്രീസിനും നല്ലതെന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്.